தண்ணீர் கேட்டேன் அமிர்தம் தந்தனை எதை நான் கேட்பின் உனையே தருவாய் എதை ഞാൻ കേൾപ്പിൻ. ഫസ്റ്റ് മീറ്റ് ചെയ്ത് കലാക്ഷേത്രയിലായിരുന്നു. ഫസ്റ്റ് ഞാൻ കാണുന്നത് നമ്മുടെ ഫ്രഷേഴ്സ് ഡേന്റെ അന്ന് പാട്ട് പാടുമ്പം ആരാ ഈ പാട്ട് പാടുന്ന നോക്കി. പക്ഷെ ഇഷ്ടായിരുന്നില്ല, ആരാധനയായിരുന്നു, ഭയങ്കര ബഹുമാനം, ആരാധന. അപ്പോൾ ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ എനിക്കെന്താ പറയുക, ഭയങ്കര പാവമായിട്ടുള്ളൊരു കുട്ടിയാണ്. ഞാൻ അത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ലായിരുന്നു ഫസ്റ്റ്. പിന്നെ ഒരു അവസരത്തിൽ ഞാൻ അവിടെ പ്രാക്ടീസിനിരിക്കുമ്പോൾ ഇവളുടെ എന്തൊരു ആവശ്യത്തിന് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. അന്ന് സംസാരിച്ചപ്പോഴാണ് ഓക്കെ രസമുണ്ടല്ലോ, നല്ല രസമുണ്ടല്ലോ വർത്താനം. ചെറുതായിട്ട് ക്രഷ് ഉണ്ടായിരുന്നു, പക്ഷെ നടക്കുന്ന എല്ലാം ഇഷ്ടമാണെന്ന് വിചാരിച്ചില്ല. ആ ഒരു ടോക്ക് അന്നായിരുന്നു ഞാൻ ശരിക്കും ഫസ്റ്റ് ഒരു ഇംപ്രസ് ആയത്. ആ ഒരു വർത്തമാനത്തിലായിരുന്നു ഇംപ്രസ് ആയത്. ഇതാ കണ്ണ് പൂച്ചക്കണ്ണ് പോലെ ഉണ്ട്, മേക്കപ്പ് കുറഞ്ഞെങ്കിലേ ഉള്ളൂ. അവരെപ്പോഴും എന്താ പറയാ, ഭയങ്കര രസമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കപ്പിളാണ്. അവരെപ്പോഴും അവരുടെ വർക്കുകൾ ഭയങ്കര രസമായിട്ട് എപ്പോഴും ചേച്ചിനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അത് കാണാൻ ഭയങ്കര രസമാണ്. എന്താ പറയുക, 7 വർഷത്തെ ആ പ്രണയം അതങ്ങ് കല്യാണത്തിലങ്ങ് തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടവും സന്തോഷവും ഒക്കെ കൂടി ഒരു പ്രത്യേകത, ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു വികാരം. പറയാൻ പറ്റുന്നില്ല അതെന്താ. കലാക്ഷേത്ര എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും ഹോസ്റ്റലിലായിരിക്കും താമസിക്കും, ഞങ്ങൾ മാത്രമേ പുറത്ത് താമസിക്കുന്ന ആൾക്കാരുള്ളൂ. സോ അപ്പോൾ ഞങ്ങൾ ഡെയിലി വർത്താനം പറഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ പുറത്തോട്ട് പോകാൻ. അപ്പം ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് കമ്പനിയായി അതങ്ങനെ ഇഷ്ടമായി മാറി. അങ്ങനെ ഒരു 7 വർഷത്തിൻ്റെ ഒരു കാത്തിരിപ്പ്, ഇപ്പോൾ ഒരു പുതിയ ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ അതാ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വെറുതെ കളിയാക്കുന്ന സമയത്ത് ഒരു ദിവസം ഭയങ്കര ചൂടായി. അപ്പോൾ ഞാൻ ചെയ്യൂ എങ്ങാനും ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ തിരിച്ച് ഞാൻ കുറച്ച് ദിവസത്തേക്ക് കോണ്ടാക്ട് ഉണ്ടായില്ല. അപ്പോൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ നമുക്ക് കുറച്ചുകൂടി ക്ലാസ്സൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഫോർത്ത് ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ വന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഫോർത്ത് ഇയർ കഴിഞ്ഞപ്പോൾ അമ്മയടുത്തൊക്കെ ചോദിച്ചു, എല്ലാവരും ഓക്കെ സെറ്റായി. എന്റെ കഥ ഇങ്ങനെയല്ലായിരുന്നു. ഇതായിരുന്നില്ലേ കഥ? ഇതായിരുന്നു കഥ, എനിക്ക് മറന്നുപോയി. എന്താ പറഞ്ഞ? ഒരു സെക്കൻഡ്. ചേച്ചി ഭയങ്കര ഇന്നസെന്റ് ആണ് കാണുമ്പോൾ. നമുക്കിങ്ങനെ ചേച്ചി സംസാരിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. അത്ര ഭയങ്കര രസമാണ് കാണാൻ. ആളൊരു പാവമാണ്, കുറച്ച് പൊട്ടിത്തെറിക്കും, എന്നാലും ആളൊരു പാവമാണ്. അവരാണെങ്കിൽ അതിനേക്കാളും പാവമാണ്. രണ്ടുപേരും ഒരു പെർഫെക്റ്റ് മാച്ചാണ്. സോ ഹാപ്പി ടു ഫൈൻഡ് ഹിം. ഒന്നും പറയാൻ രണ്ടുപേരും തല്ലുകൂടുന്ന ആളുകളായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. എന്നാലും still we love each other. സോ ഞങ്ങൾ എല്ലാ കസിൻസിനെ വെച്ച് നോക്കിയാലും ഭയങ്കര പാവമാണ് ഏട്ടൻ. എന്താ പറയുക, ഇപ്പോൾ എപ്പോഴും ചിരിച്ചോണ്ടുണ്ടാവും. ചിരിക്കാണ്ട് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. എന്ത് സീനാണെങ്കിലും ചിരിച്ചോണ്ടുണ്ടാവും. എന്നാ ഇപ്പൊ പറയാ, ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോ കുഞ്ഞായിരുന്നു. നല്ലൊരു മോനാണ്, നല്ല ശാന്ത മോനാണ്, ഒരു കുരുത്തക്കോടും ഇല്ലാത്ത നല്ല കുഞ്ഞായിരുന്നു അന്നേരം. ഇപ്പോഴും അങ്ങനെ തന്നെ. എനിക്കെല്ലാം എൻ്റെ ഏട്ടനാണ്. ഏട്ടനില്ലാണ്ട് എനിക്ക് എന്താ പറയാ,
എല്ലാം എന്നെ നോക്കിയതും വളർത്തിയതും പഠിപ്പിക്കുന്നതും ഒക്കെ എൻ്റെ ഏട്ടനാണ് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ ഇത് തമ്മിൽ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. അത്രയും ബോണ്ടിങ് ആണ്. എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് മോളെ കല്യാണം. മോൻ്റെ താലി കെട്ടുന്നതിന് ഒരു 5 നിമിഷം മുമ്പ് വളരെ വളരെ ടെൻഷനായിരുന്നു. എന്നുവെച്ചാൽ 5 നിമിഷം സമയമേ ഉണ്ടായിട്ടു ആ 5 നിമിഷത്തിന്റെ ഉള്ളിൽ ഈ താലി ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. മോള് നല്ല സന്തോഷമായിട്ട് ജീവിക്കട്ടെ പ്രാർത്ഥനയോടുകൂടി നിന്ന് ഞാൻ വേറെ ഒന്നും ഓർത്തിട്ടില്ല. ടെൻഷൻ ഉണ്ടായി, അതിൻ്റെ കൂടെ സന്തോഷം, വളരെയേറെ സന്തോഷം. അത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഹാപ്പി ആയിരുന്നു. അവരിങ്ങനെ താലി കെട്ടുമ്പോൾ എനിക്ക് കരച്ചിലും വന്നു, സങ്കടം വന്നു, സന്തോഷം വന്നു, ഒക്കെ വന്നു. ഞാൻ ശരിക്കും അവിടെ നിന്ന് കരഞ്ഞു.